ഇതിന് പൊളിക്കുന്ന എങ്ങനെ? കൂട്ടി കെട്ടിയെടുക്കും കഴുകിയിട്ട് നന്നായിട്ട് കഴുകി 3 പ്രാവശ്യം കഴുകി മണ്ണുകളെല്ലാം മണ്ണുണ്ടാവും അതിന്റെ മണ്ണുണ്ടാവും. അതെല്ലാം നന്നായിട്ട് കഴുകി 2 പ്രാവശ്യം കഴുകി. മുട്ടയുള്ള എന്താണ്? മുട്ട ഇളകി പോട്ടില്ല. ഇതിനകത്തൊക്കെ മണ്ണുണ്ടെങ്കിൽ പോയിട്ട് ഒരു കല്ല് പോലെ മണ്ണിടും. ഇതിലേക്ക് ഒട്ടും മണ്ണിടും. നന്നായിട്ട് കഴുകി. അതിന്റെ അകത്തൊക്കെ മണ്ണ് കാണത്തില്ല. ഇത് കഴുകിയിട്ട് വേണം നമ്മളിത് അരിഞ്ഞെടുക്കാൻ. ഇതിന്റെ ഈ മുള്ള് കണ്ട, ഈ മുള്ള് മാത്രമേ നമ്മൾ വെട്ടിക്കളയും. പിച്ചാത്തി ചെറിയ കാലുകളൊക്കെ കളഞ്ഞിട്ട് കാലിലേക്ക് മാത്രം നമ്മൾ മാംസം അതിൻ്റെ ഉള്ളിൽ. പരിപാടി വലിയ കാലുകൾ എടുത്തെടുക്കും. ചെറുതായിട്ട് വേണ്ട, അത് നമ്മൾ വീട്ടായിട്ട് ഇതൊക്കെ കളഞ്ഞു. പിന്നെ ചെയ്യേണ്ട ശരിയാണ്, പിച്ചാത്തി വെച്ച് ഇങ്ങനെയൊന്ന് വരണ്ട് കൊടുക്കണം. ഇത് രണ്ട് ഇത്രയും മാംസം. ഇതിൻ്റെ അകത്ത് കറുപ്പ് മാത്രമേ നമുക്ക് ബാക്കിയൊക്കെ നമുക്ക് അഴുക്കായിട്ടുള്ള സാധനം അത് മാത്രമേ നമ്മൾ കഴിക്കും. ഇതിലധികം കഴിക്കുന്നു. നമുക്ക് ചെറിയ 4ആയിട്ട് നോക്കും. ചെറിയ ഇതൊന്നും കളയത്തില്ല. അതിനെ നമ്മൾ കഴുകിയെടുക്കും. ഒടിച്ചെടുക്കാൻ പിച്ചാത്തിക്ക് ഇങ്ങനെ ഇത് നമ്മൾ തട്ടിക്കളയും. ഇതുപോലെ ഓരോന്നും നമ്മൾ അങ്ങനെ വലിയ കാലുകൾ മാത്രം ചെറിയ നമുക്ക് ചട്ടിയിലോട്ടാക്കിയിട്ട് മഞ്ഞപ്പൊടിയും ചേർത്ത് ശകലം വെള്ളവും ചേർത്ത് ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിന്റെ വെള്ളവും ഒക്കെ ഇതിൻ്റെ അകത്ത് വെള്ളമുണ്ട്. നമ്മൾ ശകലം വെള്ളം ചേർത്ത് കൊടുക്കണം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ശകലം നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. വെന്ത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനാവശ്യമായ ഇച്ചിരി ഉപ്പ് കൊടുക്കാം. അതിലേക്ക് പിന്നെ നമ്മൾ ചേർക്കാം. ഗ്യാസ് കത്തിച്ച് നമുക്ക് നന്നായിട്ട് വേവിച്ച് എടുക്കാം. ഒരു 5 മിനിറ്റ്
വേവിക്കാൻ ഞാനത് കൊടുത്ത് കഴിഞ്ഞാൽ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വേവുണ്ട്. അപ്പൊ അവിടെയും കിടന്ന് വേകുമ്പോൾ അത് ഇതൊരു മുക്കാപ്പാവം ഇവിടെ വേവിച്ചെടുക്കാൻ പറ്റും. ഇപ്പൊ 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് വേറൊരു ഗ്യാസ് തയ്യാറാക്കണം. അതിലേക്ക് നമ്മളത് ചെന്നിട്ട് എണ്ണ ഒഴിക്കണം. ചൂടായിട്ട് ചൂടായിട്ട് റോസ്റ്റ് അല്ലേ? വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ചൂടാക്കാം. ഇതിന്റെ അകത്തോട്ട് ഇനി എന്തൊക്കെ ഇടുന്നു? ഇതിനകത്തോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് കൊച്ചുള്ളി ഒരുപാട് എടുക്കത്തില്ല, കുറച്ച് കൊച്ചുള്ളി, പിന്നെ തേങ്ങാക്കൊത്ത്, ഉള്ളിയിട്ടില്ല, ഇഞ്ചി ചതച്ചെടുത്തത്, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഒരു പച്ചമുളക് ചേർത്തിട്ടുള്ള ഒരുപാട് എരിവ് ഉണ്ടാക്കുന്നത്, പിന്നെ ഒരു തക്കാളി. തക്കാളി നമ്മൾ തൊലി ചെത്തി വെക്കാം. മാങ്ങയൊക്കെ ചെത്തുന്ന പോലെ തന്നെ തൊലി ചെത്തി വെക്കാം. അപ്പൊ പെട്ടെന്ന് വാടും. അപ്പൊ പിന്നെ തക്കാളി കടിക്കത്തില്ല. ചെറിയ പുളിപ്പ് നമുക്ക് ഇതിലോട്ട് പിടിക്കാൻ പറ്റും. ഇത്ര കൊച്ചുള്ളി ഇത്ര മാത്രം നമുക്ക് മതി. ആദ്യം നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് തേങ്ങക്കൊട്ട് ആദ്യമായിട്ടൊന്ന് മുക്കാഭാഗം വാട്ടിയെടുക്കാം. ഒരുപാടൊന്ന് കരിഞ്ഞു പോകാം. ഇത് കൊപ്രയാണ്, ഉണക്ക തേങ്ങ ആയതുകൊണ്ട് ഒത്തിരി വാട്ടുണ്ടാക്കി. തേങ്ങ ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും അതേപോലെ തന്നെ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തൊന്ന് പച്ചച്ചുള പോകുന്ന വരെ ഒന്ന് വാടി കൊടുക്കാം. ഒന്ന് വാടി നന്നായി കൊച്ചുള്ളി വേണമെങ്കിൽ നമുക്ക് ചെറിയ പീസുകളായിട്ട് അരിയാം. നമ്മളിവിടെ അങ്ങനെ അരിയില്ല, കാരണം ഇതിൻ്റെ അകത്ത് കിടന്ന് നന്നായിട്ട് വെന്തോളൂ. അതുകൊണ്ട് കൊച്ചുള്ളി അങ്ങനെ അരിയേണ്ട ആവശ്യമില്ല. ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. പകുതി മുക്കാലും മൂത്താൽ മതി, ഒരുപാടൊന്നും മൂക്കില്ല. തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് ഇതാക്കി കഴിഞ്ഞ് നമുക്ക് ഈ കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി നമുക്കൊന്ന് വാടി വരുമ്പോഴത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ പെട്ടെന്ന് വാടുന്നു. പിന്നെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പില നമ്മുടെ കറിവേപ്പില തന്നെ വാട്ടാം. ഇതിന് എത്ര നേരം ഇത് വാടി വന്നാൽ മതി. പെട്ടെന്ന് ഈ ഞണ്ട് നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഒന്നുകൂടി അതിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ പറ്റി വരണം. അപ്പൊ ആ നേരം കൊണ്ട് കൊച്ചുള്ളിയൊക്കെ നന്നായിട്ട് വെന്തലിയും. അപ്പൊ അതിന് നമുക്കിതിങ്ങനെ കൊച്ചുള്ളി ഇങ്ങനെ ഇട്ടേക്കുന്നു. കൊച്ചുള്ളി അരിഞ്ഞെടുക്കുന്നവർക്കാണെങ്കിൽ അരിഞ്ഞെടുക്കാം. അരിഞ്ഞ് ചേർക്കണമെന്നുള്ളവർക്ക് പെട്ടെന്ന് അങ്ങനെ ചെയ്യും. നമ്മളിവിടെ ഒരുപാട് കൊച്ചുള്ളിയൊന്നും ചേർക്കത്തില്ല. സവോള ചേർക്കുന്നവരും ഉണ്ട്. സവോള ചേർക്കുന്നതിനകത്ത് കുറച്ചും കൂടി നല്ലത് കൊച്ചുള്ളിയാണ്. അപ്പൊ ഇതിൻ്റെ ഒക്കത്ത് നമ്മൾ ഇപ്പൊ ചേർക്കാൻ പോകുന്നത് അതിൻ്റെ അകത്ത് മഞ്ഞപ്പൊടി ചേർക്കാൻ നമ്മൾ ഇത് മഞ്ഞപ്പൊടി, ഇത് കാശ്മീരി മുളക് പൊടി, എരിവ് ഉള്ള മുളക് പൊടി, ഇത് മല്ലിപ്പൊടി, ഇത്ര മാത്രം മതി. പിന്നെ നമ്മൾ പുറകെ ചേർക്കുന്നത് ഗരം മസാലയും കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ തീ കുറച്ച് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് വഴറ്റേണ്ട, പച്ചച്ചൊവ പോകുന്ന വരെയിട്ട് വഴറ്റിയാണ്. കുരുമുളക് പൊടിയൊക്കെ ലാസ്റ്റ് ഒരു പകുതി മുക്കാൽ റെഡിയാവുമ്പോൾ ഇട്ട് കൊടുക്കാം. ഇത് വാടി മസാല എല്ലാം ഒന്നിച്ച് ഇതായിട്ടിട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഞണ്ട് നമുക്ക് അതിലോട്ട് ഞണ്ടിൻ്റെ വെള്ളമുണ്ട്. ആ വെള്ളം ഇതൊന്ന് കുറുകാനായിട്ട് എടുക്കാം. കാരണം വേറെ വെള്ളം നമ്മൾ ഇതിനകത്ത് ചേർക്കേണ്ട ആവശ്യമില്ല. ഞണ്ടിൻ്റെ അകത്തുള്ള വെള്ളം തന്നെ നമുക്ക് കുറുകെടുക്കാം. സവോളയും കൊച്ചുള്ളിയും തക്കാളിയൊക്കെ അതിൻ്റെ അകത്ത് കിടന്ന് തിള വന്നു കഴിയുമ്പോഴത്തേക്ക് തിള വന്നിട്ടുണ്ട്. എന്നിട്ട് തന്നെ അതിന് തിള നമ്മളിതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞണ്ട് നന്നായിട്ട് വേവിക്കുക. അധികം വേവിന് ഇല്ലാത്തില്ല. ഇത് നമുക്കിങ്ങനെ വരട്ടി എടുത്താൽ മതി.
എല്ലാ മസാലയും ഈ ഞണ്ടിലോട്ടൊന്ന് പിടിച്ച് കിട്ടണം. ഇതിന് എത്ര നേരം ഇങ്ങനെ ഒരു 5 മിനിറ്റ് മൈദാകുമ്പം പെട്ടെന്ന് വറ്റും. നന്നായിട്ട് വേവ് കുറവുള്ളതാണ്, കാരണം വെന്തിരിക്കുമല്ലേ. അപ്പം അത് കാരണം കുറേ വേവൊന്നും ഇതൊന്ന് നമുക്ക് ഇച്ചിരി നേരത്തേക്ക് അടച്ച് വെച്ച് കൊടുക്കുക. അതിന് മുമ്പായിട്ട് നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കുക. ഒത്തിരി ഒന്നും വേണ്ട, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി. ഗരം മസാല നമ്മളിവിടെ പൊടിച്ചതാണ്. കുരുമുളക് പൊടി നമ്മൾ 1 സ്പൂണോളം മതി. അത് നമ്മൾ 1 സ്പൂണോളം ഇടാവുള്ളൂ. ചെറിയൊരു എരിവിട്ടാണ് ഇത്ര മതി, വേറെ ഒന്നും ഇനി ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് ലാസ്റ്റ് നോക്കിയിട്ട് ചേർക്കാറ്, കാരണം ഞണ്ടിന് നമ്മൾ ഉപ്പ് ചേർത്ത് കഴിച്ചത് കാരണം അത് ഉപ്പ് വേണ്ടി വരുള്ളൂ. പിന്നെ നോക്കിയിട്ടിട്ടാണ്. ഇതൊന്ന് ഡ്രൈ ആയിട്ട് അടച്ച് വെച്ചൊന്ന് സെറ്റാക്കി നോക്കാം. അടച്ച് വെക്കാം. ഇതിന് എത്ര നേരം ഒരു 5 മിനിറ്റ് മതി. 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അത് വറ്റി വിരളനായിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് ഉപ്പ് നോക്കാം. ഇതിപ്പോ 5 മിനിറ്റ് കഴിഞ്ഞില്ലേ? വറ്റിയിട്ടുണ്ട് അരപ്പൊക്കെ നോക്കാം. നന്നായിട്ട് വറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കൊരു പാത്രത്തിലോട്ട് ചേർക്കാം.